ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടാണ് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. വഴുതനങ്ങയുടെ തൈയും പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ തൈ, ഞാൻ ഇന്ന് തക്കാളി തൈ കൂടി നടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കറിവേപ്പില, അത്രയേ ഉള്ളൂ. ഒന്നായാലും രണ്ടായാലും 1000 ആയാലും നമ്മൾ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഒരു ഫീലായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു, എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊരു സന്തോഷം. ഇത്രയും ഉഷാറായി കിട്ടുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് വഴുതനങ്ങ നന്നായി ഉഷാറായി പൂത്ത് നല്ല കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങി കേട്ടോ. തക്കാളി ഉഷാറാവുമെന്ന് എനിക്കറിയില്ല, തൈ കണ്ടിട്ട് അറിയില്ല, നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെയായിരുന്നു വഴുതനങ്ങ ഉണ്ടായപ്പോൾ നട്ടപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ അടിപൊളിയായി. കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് നടട്ടെ. തക്കാളിയുടെ തൈ ഞാൻ വാങ്ങിയതല്ല, അപ്പുറത്തുനിന്ന് അടുത്ത വീട്ടിലെ ചേച്ചി എനിക്ക് തന്നതാട്ടോ. അപ്പോൾ കണ്ടോ, പുണ്ണാക്കും ചാണകവും കൂടി മിക്സ് ചെയ്ത വെള്ളമാണ് ഞാൻ അതിന് വളമായിട്ട് ഒഴിച്ചു കൊടുത്തത്. വേറെ പിന്നെ ഉപ്പുവെള്ളം, കായ്വെള്ളം അങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ജൈവ പച്ചക്കറി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കണ്ടോ, ആദ്യമായിട്ടുണ്ടായതാണേ. നല്ല ഉഷാറായിട്ട്, ചെടി നല്ല ഉഷാറായിട്ടുണ്ട്. വഴുതനങ്ങ ഒരു തൈയിൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്, നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വഴുതനങ്ങ കണ്ടോ, അതിൻ്റെ അകത്ത് 2 എണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. 2 വഴുതനങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 1 ആയാലും 1000 ആയാലും നമ്മൾ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയിട്ട് അതിൽ കായ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ അതിൽ വഴുതനങ്ങയുടെ കൂട്ടത്തിൽ ഒരു തൈ ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ ഒന്നിച്ച് നട്ടപ്പോൾ ഒന്നും ഉഷാറാവാത്തത്, അതെടുത്ത് ഞാൻ പുറത്തോട്ട് നട്ടു. പിന്നെ ഇത് നമ്മുടെ കപ്പക്ക, ഞാൻ വന്ന ടൈമിൽ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നിറയെ കപ്പയ്ക്കൊക്കെ പിടിച്ചു. കുറേയൊക്കെ നമ്മൾ പറിച്ചെടുത്ത ശേഷം പിന്നീട് വന്നതാട്ടോ. അപ്പോൾ ഇങ്ങനെ നിറയെ കപ്പയ്ക്കൊക്കെ പിടിച്ചിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ നട്ട ചെടിയായാലും മരമായാലും അതിനൊക്കെ കായ്കളൊക്കെ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.